കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് നാലമ്പല ദർശനം, അതായത് നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിന് സമീപമുള്ള ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് ദർശനം നടത്തിയത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വളരെ സമ്പൂർണ്ണമായിട്ട് നാലമ്പല ദർശനത്തിന് 4 അമ്പലത്തിൽ പോകുന്നതിന് തുല്യമായ ഒരു അനുഗ്രഹം ലഭിക്കുമെന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ്. കാരണം അവിടുത്തെ വിഗ്രഹത്തിൽ ശ്രീരാമ പട്ടാഭിഷേക സമയത്തുള്ള ആ ഒരു കാഴ്ചകളാണ് ഉള്ളത്. ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിൽ തന്നെ പട്ടാഭിഷേക വിരാജിതനായ ശ്രീരാമചന്ദ്രൻ, പിന്നെ അതേപോലെ സീതാദേവി, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഹനുമാൻ എന്നിവരോടൊപ്പം പരാശര മഹർഷിയുടെ സാന്നിധ്യവും കൂടിയുള്ള ആ ഒരു ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. വളരെ ഇപ്പോൾ ഈ രാമായണ മാസം ആയതുകൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ വരുന്നു. എനിക്ക് ഇപ്പോൾ അറിവ് കിട്ടിയിട്ട് കുറച്ചായിരുന്നു, പക്ഷേ ഇന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പോയിട്ട് തൊഴാനുള്ള സൗകര്യം ഉണ്ടായത്. ഏകദേശം അവിടെ അന്വേഷിച്ചപ്പോൾ 1500-ലധികം വർഷത്തെ പഴക്കമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ കേരളത്തിലെ പ്രശസ്തമായ നാലമ്പല ദർശനം നടത്തിയതിന് തുല്യമായ ഫലം ലഭിക്കും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതുപോലെ ശിവനും അതിൽ തന്നെ ആയിരുന്നു, ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്തായിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തിരുമാന്താംകുന്നിലമ്മ ഉണ്ട്, അതേപോലെ ഗണപതി ഉണ്ട്, വേട്ടേക്കരുണ്ട്, അതേപോലെ നല്ലൊരു നാഗദൈവങ്ങളുടെ ആ ഒരു പാമ്പുംകാവ് ഉണ്ട് ക്ഷേത്രം തന്നെ. എന്തായാലും നല്ല, പിന്നെ തൊട്ടടുത്ത് നല്ല വലിയൊരു ആലുണ്ട്, ആലിനെ പ്രദക്ഷിണം വയ്ക്കണു. അതൊക്കെ നല്ല ഒരു എന്താ പറയുക, ശുദ്ധമായ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ചിറളയം ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രം. പിന്നെ അതിലൊക്കെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ശ്രീരാമ പട്ടാഭിഷേക സമയത്തുള്ള ആ ഒരു ദർശനത്തിലാണ്. അപ്പോൾ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം ആ ക്ഷേത്രത്തിലുണ്ടാവും എന്നുള്ളതാണ്. വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണ്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ വന്ന് ദർശനം നടത്തുക. ഇത് കുന്നംകുളം ടൗണിൽ നിന്ന് ഏകദേശം 1.5-2 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ പോകാനുള്ളത്. ടൗണിൽ നിന്ന് ഓട്ടോറിക്ഷയോ ടാക്സിയിലോ ഒക്കെ പോരാവുന്നതാണ്. അതുപോലെ ക്ഷേത്ര നട തുറന്നിരിക്കുന്ന സമയം രാവിലെ 10:30 വരെയാണ്. വൈകുന്നേരം 5:30 മുതൽ 7:30 വരെ ആണുള്ളത്. പ്രത്യേക ഐതിഹ്യങ്ങളൊന്നുമില്ല, പക്ഷേ ചിറളയം രാജകുടുംബത്തിൻ്റെ ആ ഒരു നേതൃത്വത്തിലായിരുന്നു ക്ഷേത്രം നടത്തിയിരുന്നത്. പിന്നീട് നാട്ടുകാരും ഒക്കെ പാടെ ഉൾപ്പെട്ട അവരുടെ ഒരു കുടുംബാംഗങ്ങളും ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ക്ഷേത്രം നടത്തിപ്പോരുന്നത്. വഴിപാടുകളുണ്ട്. ശ്രീരാമസ്വാമിക്ക് ചുറ്റുവിളക്കിന് 2500 റുപ്യാണ്. അതേപോലെ മുഴുക്കാപ്പ് ചന്ദനം ചാർത്താൻ 1000 രൂപ. പിന്നെ ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക്, പുണർദം വാരം പ്രത്യേക ചുറ്റുവിളക്ക്, അവിൽ നിവേദ്യം, കുഴച്ച അവിൽ നിവേദ്യം, പാൽപ്പായസം, നെയ്വിളക്ക്, കദളിപ്പഴം, പഞ്ചസാര, വെണ്ണ, സൂക്ത പുഷ്പാഞ്ജലി, താമരമാല, ഇളനീര്, തുലാഭാരം ഒക്കെ ശ്രീരാമേന്ദ്രസ്വാമിക്കുണ്ട്. ഹനുമാൻ സ്വാമിക്ക് വടമാല, അവിൽ നിവേദ്യം, കുഴച്ചവിൽ, നാരങ്ങാമാല, കദളിപ്പഴം, അതേപോലെ കുങ്കുമാർച്ചന, പഞ്ചസാര, നെയ്വിളക്ക്, ഒരു പറ കുഴച്ചവിൽ നിവേദ്യം, ചുറ്റുവിളക്ക് തിരുമാന്താംകുന്നിലമ്മയ്ക്ക് ചുറ്റുവിളക്ക്, അതേപോലെ രക്തപുഷ്പാഞ്ജലി, ഭഗവത് സേവ, കൂട്ടുപായസം, ത്രിമധുരം, ഗണപതിക്ക് ഒറ്റ, അതേമാതിരി ഗണപതി ഹോമം, നാരങ്ങമാല, വേട്ടയക്കാരന് ഒറ്റ, നെയ്വിളക്ക്. മറ്റു വഴിപാടുകൾ ശ്രീലകത്ത് സാന്നിധ്യത്തിന് സമ്പൂർണ്ണ നെയ്വിളക്കാണ്. ആയില്യപൂജ ഉണ്ട്, ലക്ഷ്മീനാരായണ പൂജ ഉണ്ട്, സർപ്പബലിയുണ്ട്, തന്ത്രി പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നങ്ങനെ എല്ലാവരെയും തൊഴാനുള്ളൊരു സൗഭാഗ്യം കിട്ടി. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കുകയാണ്. ഈ കുന്നംകുളത്ത് എത്താൻ പറ്റുന്ന ആളുകളൊക്കെ അവിടെയും വന്നിട്ട് തൊഴാൻ പറ്റിയാൽ അത് നല്ല ശ്രേയസ്കരമാണ്. അപ്പോൾ എല്ലാവർക്കും ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെയൊക്കെ സീതാദേവിയുടെയും ഒക്കെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.